Hi guys, welcome back to EduBoard Practical Session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് മിറർ എന്നുള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ആ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ എയിം ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ കുറേ കുട്ടികൾ സംശയം ചോദിച്ചിട്ടുള്ളതാണത് ഈ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിന് കുറഞ്ഞ സമയം മതി. അതായത് നിങ്ങൾക്കൊരു ചെറിയൊരു ടെക്നിക്ക് ഇതിൽ കിട്ടിയാൽ നമുക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോൺവെക്സ് മിറർ എന്നുള്ള എക്സ്പെരിമെൻ്റ് സുഖസുന്ദരമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാബുലാർ കോളത്തിലേക്കും അതിൻ്റെ തിയറി ഭാഗത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ വെച്ചാൽ നമ്മുടെ ആർ ഈസ് ഈക്വൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു 2f എന്നുള്ള ഇക്വേഷൻ, 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത് ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു r/2 എന്നുള്ള ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ടാബുലാർ കോളം. ദാറ്റ് ഈസ് ട്രയൽ ഉണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് മിറർ ആണ് നമ്മുടെ എന്ത് വരുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ. അത് സാർ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ /2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഫോക്കൽ ലെങ്ത് കിട്ടി. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസിലേക്കും അതിൻ്റെ പ്രൊസീജിയറിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കോൺവെക്സ് മിററിനെ പരിചയപ്പെടാം അല്ലേ. അപ്പോൾ കോൺവെക്സ് മിററിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ സെന്റർ ഭാഗം ഇങ്ങനെ ബൾജ്ഡ് ഔട്ട് ആയിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ കോൺവെക്സ് മിറർ എന്ന ഒരു ഡൈവേർജിങ് മിററാണ്. അപ്പം ഒരു കറക്റ്റ് ഇമേജ് ഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ എയിം തന്നെ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക വരിക. അതായത് ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് മിറർ by using a convex lens. റെഡി ആണല്ലോ? ദെൻ അടുത്തായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്ക്രീന് വേണം, ലെൻസ് ഹോൾഡർ വേണം, മീറ്റർ സ്കെയിൽ വേണം, ദെൻ അവസാനമായിട്ട് നമ്മുടെ വയർ ഗേജുമാണ് ഇതിലേക്ക് നമുക്ക് വേണ്ട അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കുമ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺവെക്സ് ലെൻസ് ഇതിലേക്ക് വെച്ചിട്ട് ഇതിന് ഇമേജ് ഫോം ചെയ്യിക്കുകയാണ്. അപ്പോൾ കുറേ പേര് സംശയം പറയുന്നതാണ്, എനിക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ അറിയാം, പക്ഷേ ഇത് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ള, വാല്യൂ കിട്ടുന്നില്ല എന്നൊരു സംശയം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു കോൺവെക്സ് ലെൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നിങ്ങൾ സാധാരണ എല്ലാവരും എടുക്കാറ് 10 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്ററോ ഉള്ള ഫോക്കൽ ലെങ്ത് ഒന്ന് ഉപയോഗിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു 15 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എങ്ങനെ ഒരു 15 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് വഴി സുഖമായിട്ട് ചെയ്തൂടെ. അതായത് പുറത്തുള്ള വായ അല്ലെങ്കിൽ തെങ്ങോ അല്ലെങ്കിൽ ഓലയോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പുറത്തുള്ള ഇമേജ് കറക്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു സ്ക്രീനിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, പതിപ്പിച്ചാൽ മതി. ഓക്കെ അല്ലേ? എന്നിട്ട് ആ ലെങ്ത് മെഷർ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഒരു റഫ് ഫോക്കൽ ലെങ്ത് എത്രയെന്നുള്ളത് കിട്ടും. അത് ഓൾമോസ്റ്റ് ഒരു 15 അടുത്താണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട്, കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ഇമേജ് ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഫോം ചെയ്യിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു 24 ഒരു 1.5 ടൈംസ് എടുക്കണം എന്ന് സാറ് പറഞ്ഞിരുന്നല്ലോ. കാരണം അതേ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് ഇമേജ് എവിടെയോ അതായത് ഇൻഫിനിറ്റിയിലായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 24 എന്ത് ചെയ്തു, ഇത് ഫിക്സ് ചെയ്തത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. എത്രയാണ്, 24 ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ലെൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ സ്ക്രീനിൽ കറക്റ്റ് ഒരു ഇമേജ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫോം ചെയ്യിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ള പൊസിഷൻ. ഓക്കെ ആണല്ലോ? അതൊക്കെ നമ്മൾ ബ്ലറൊന്നുമില്ല, ഓക്കെയാണ്, കറക്റ്റാണ്. ഇതാണ് നമ്മൾ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഈ കോൺവെക്സ് മിറർ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന് രണ്ടിനെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വെക്കാൻ പോവാണ്. അതായത് നമ്മുടെ സ്ക്രീനിൻ്റെയും ലെൻസ് സ്റ്റാൻഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മുടെ കോൺവെക്സ് മിറർ വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ ഒരു സർഫസിൽ ഞാൻ ഇമേജ് ഫോം ചെയ്യിക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഈ സ്ക്രീനിൽ കിട്ടിയിരുന്ന ഇമേജ് ഇവിടെ ഞാൻ ഫോം ചെയ്യിക്കാൻ പോവാണ്. അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോം ചെയ്യിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് നമ്മളൊരു കറക്റ്റ് ഇമേജ് കിട്ടുമല്ലോ കേട്ടോ. കാരണം ഇതെന്താണ്, ഒരു ഡൈവേർജിങ് മിററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് ഇവിടെയാണ് എനിക്ക് ഒരു കറക്റ്റ് ഇമേജ് കിട്ടുന്ന രീതിയിൽ വന്നത്. ഒരു ഫുൾ ഇമേജ് നമുക്ക് നിന്നില്ല, കിട്ടുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കറക്റ്റ് ഇമേജിലെ ലെങ്ത്താണ് നമ്മൾ അടുത്തായിട്ട് മെഷർ ചെയ്യാൻ പോകുന്നത്. എവിടെ നിന്നുള്ള ലെങ്ത്താണ്, സ്ക്രീനിൽ നിന്നുള്ള ലെങ്ത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ നിന്ന് ഉള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്യുമ്പം എനിക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് എത്രയാടാ, 22 എനിക്ക് എന്ത് ചെയ്യുന്നത്,
നമ്മുടെ കറക്റ്റ് വാല്യൂ കിട്ടുന്നത് അല്ലേ. 22 ആണ് നമ്മുടെ കറക്റ്റ് വാല്യൂ. എവിടുന്ന് ഇങ്ങോട്ടേക്കാണ്? സ്ക്രീനിൽ നിന്ന് നമ്മുടെ മിറർ സ്റ്റാൻഡിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 22 ആണ്. ഓക്കെ അല്ലേ. അത് ഞാനിവിടെ നോട്ട് ചെയ്യുകയാണ്. 22 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ. അങ്ങനെയെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ R/2 ആണ്. ദാറ്റ് ഈസ് 22/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 11 ആണ് ഇതിൻ്റെ എന്ത് കിട്ടുന്നത്? ഫോക്കൽ ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ ലെങ്ത് വീണ്ടും ഒന്ന് മാറ്റിയിട്ട്, അതായത് നമ്മുടെ കോൺവെക്സ് മിറർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുകയാണ്. എന്നിട്ട് എത്രയാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് എന്നുള്ളത് അടുത്തൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ അല്ലേ. അതായത് ഞാൻ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 24 ആയിരുന്നു. ഒരു 26ലേക്ക് വെക്കുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 26ലേക്ക് വെച്ചപ്പം ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇമേജ് ഫോം ചെയ്യിക്കണം. 26ൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഇത് എന്ത് ചെയ്യണം? ഇവിടെ ഇമേജ് ഫോം ചെയ്യിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഇമേജ് കിട്ടുന്ന നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ കോൺവെക്സ് മിററിനെ വെക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇമേജ് ഫോം ചെയ്യിക്കാൻ പോവാണ്. നമ്മുടെ ഈ ഒരു ബോക്സ് മേലെ നമ്മൾ ഇമേജ് ഫോം ചെയ്യിക്കാൻ പോവാണേ. ഓക്കെ, ഞാനിതാ ഇതിങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് നിന്ന് കറക്റ്റ് ഇമേജ് കിട്ടുന്നത്. ആ ലെങ്ത് എത്രയെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മെഷർ ചെയ്ത് നോക്കാൻ പോവാണേ. ഓക്കെ, ആ ലെങ്ത് മെഷർ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളെ മിററിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിലേക്കുള്ള കറക്റ്റ് പോയിൻ്റാണ്. ഇതും എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാടാ? 22 തന്നെയാണ് എനിക്ക് എഗെയിൻ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ട്രയലും എനിക്ക് 22 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് 11 തന്നെയായിരിക്കും അതിൻ്റെ മീൻ ഫോക്കൽ ലെങ്ത് ആയിട്ട് എനിക്ക് വരുന്നത്. ക്ലിയർ അല്ലേ. ഇനി ഞാൻ വീണ്ടും ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ നമ്മുടെ ഈ കോൺവെക്സ് ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇമേജ് കറക്റ്റ് ഫോം ചെയ്യിക്കുക. അതിൻ്റെ ഇടയിലേക്ക് കോൺവെക്സ് മിറർ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ രണ്ട് കേസാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീൻ ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടുന്നത് 11 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 × 10⁻² മീറ്റർ ആണ്. ഓക്കെ അല്ലേ. ദെൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 11 × 10⁻² മീറ്റർ ആണ് നമ്മുടെ എന്ത് വരുന്നത്? റിസൾട്ട് വരുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആര്? കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ, നമ്മൾ എടുക്കുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10-നേക്കാളും കൂടുതലുള്ളത് എടുക്കുക. 10 എടുത്താൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സാറ് പറയുന്നത് കേട്ടോ. അതിൻ്റെ റീസൺ ഒന്നും നമ്മൾ എന്തെന്നില്ല ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ റേഡിയസ് ഓഫ് കർവേച്ചർ എവിടുന്ന് എവിടേക്കുള്ളതാടാ? നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമ്മുടെ ഈ ഒരു മിറർ വെച്ച് അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളത്. അപ്പോൾ ആ 2 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് എന്ത്? കോൺവെക്സ് മിറർ എന്നുള്ള ഈ ഒരു എക്സ്പെരിമെൻറ്റ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു എക്സ്പെരിമെൻറ്റ് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.